പ്രതികൂല സാഹചര്യത്തിലും സമചിത്തതയോടെ പെരുമാറാൻ പഠിപ്പിച്ച അച്ഛൻ്റെ വിയോഗം ആ മകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതാണ് സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയുക. ഭാരതത്തിനു വേണ്ടി നൽകിയ ജീവൻ പോലെ എൻ രാമചന്ദ്രൻ്റെ ജീവൻ പൊലിഞ്ഞത് നമ്മളൊക്കെയും ഞെട്ടലോടെയാണ് കാണുന്നത്. സധൈര്യം മുന്നോട്ട് പോകാൻ, ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യാൻ അച്ഛൻ പഠിപ്പിച്ച പാതയിൽ നിന്നുകൊണ്ട് മകൾ പറയുന്നു, ഞാൻ ഓക്കെയാണ്, ഐ എം ഫൈൻ, എന്നെ പിടിക്കണ്ട എന്ന് പറയുകയാണ്. അപ്പോഴും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനുഷ്യൻ്റെ ശ്രമമാണ് നമ്മൾ കാണുന്നത്. തളർന്നു പോകരുത് എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. റിയയുടെ വിവരങ്ങളുമായി റിയ പറയൂ. മോത്തി, മകൾ ആർത്തി, ഭാര്യ ഷീല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരാണ് ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിനിടയിൽ എൻ രാമചന്ദ്രൻ്റെ മൃതദേഹത്തിന് തൊട്ടരികിലേക്ക് എത്തിയത്. മകൾ ആർത്തിയാണ് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ചത്. ഭാര്യ ഷീലയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും അത് ഏറ്റുവിളിച്ചു. അത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എൻ രാമചന്ദ്രൻ എന്ന അച്ഛന്, ഭർത്താവിന്, ഇന്ത്യൻ പൗരന് അദ്ദേഹത്തിൻ്റെ കുടുംബം നൽകുന്ന ആദരവാണ്. ഒപ്പം യാത്ര പുറപ്പെട്ടു പോയ ഒരാൾ കൺമുന്നിൽ വെച്ച് ഭീകരരുടെ വെടിയേറ്റ് മരിക്കുന്നത്, അത് പലതരത്തിൽ നേരത്തെ മകൾ പറയുന്നുണ്ടല്ലോ, വേർപാടുകൾ എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഒരു കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച്, മകളുടെ മുന്നിൽ വെച്ച്, പേരക്കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഭീകരരുടെ വെടിയേറ്റ് അച്ഛൻ എൻ രാമചന്ദ്രൻ എന്ന 65-കാരൻ കൊല്ലപ്പെടുന്നത്. അതുമുതൽ ഇങ്ങോട്ടുള്ള അവരുടെ ജീവിതത്തെ, ആ വിയോഗത്തെയൊക്കെ അവരെങ്ങനെ നോക്കിക്കണ്ടു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം മുന്നോട്ട് പോകുമ്പോഴാണ് മകൾ ആർത്തിയും ഭാര്യ ഷീലയും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും തൊട്ടരികിലെത്തുകയും ഭാരത് മാതാ കീ ജയ് എന്ന് വിളിച്ച് അദ്ദേഹത്തിന് ആദരവ് നൽകുകയും ചെയ്തത്. അങ്ങേയറ്റം വേദനയോടെ വിങ്ങിപ്പൊട്ടി ആ മൃതദേഹത്തിനരികിലേക്ക് ഭാര്യ ഷീല ചേർന്ന് നിൽക്കുകയായിരുന്നു. അവർ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ഏതാണ്ട് അല്പസമയം കൂടി പൊതുദർശനം ചങ്ങമ്പുഴ പാർക്കിൽ തുടരും. അതിനുശേഷമാകും അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നീരാഞ്ജനം എന്ന വീട്ടിലേക്ക് ചേതനയേറ്റ എൻ രാമചന്ദ്രൻ്റെ മൃതദേഹം കൊണ്ടുപോവുക. അവിടെ ഏതാണ്ട് 1 മണിക്കൂർ ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷം നേരത്തെ നിശ്ചയിച്ചത് 12 മണിയാണ്. ഒരു പക്ഷേ അല്പം കൂടി വൈകാൻ സാധ്യതയുണ്ട്. ഈ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. ആ രീതിയിലാണ് ക്രമീകരണം ഏർപ്പെടുത്തിയത്. അതിനുശേഷമാകും 12-1 മണിയോടുകൂടി ഈ ചങ്ങമ്പുഴ പാർക്കിൽ തന്നെ അനുസ്മരണ യോഗമുണ്ടാകും. ജില്ലാ ഭരണകൂടവും കൊച്ചി കോർപ്പറേഷനും GCDയും ഒക്കെ ചേർന്നാണ് അനുസ്മരണ യോഗം ഒരുക്കിയിരിക്കുന്നത്. എൻ രാമചന്ദ്രന് നാടങ്ങനെ വിട നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്തി ആ കുടുംബത്തിൻ്റെ വേദനയിൽ കൈപിടിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്ന് വിട നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് വേർപാടുകൾ ഉണ്ടാകും. പക്ഷേ കൺമുന്നിൽ വെച്ച് വെടിയേറ്റ് തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചതിൻ്റെ ആഘാതത്തിൽ ആ കുടുംബം ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. അതാണ് നമ്മൾ ഏതാണ്ട് കഴിഞ്ഞ മണിക്കൂറുകൾക്കൊക്കെ ഇവിടെ കണ്ടത്. കൊച്ചിയിൽ നിന്ന് 21-ാം തീയതി യാത്ര പുറപ്പെട്ടു പോയ കുറച്ച് മനുഷ്യരാണ്. തിരിച്ചു വരുമ്പോൾ അതിലൊരാളില്ല. എൻ രാമചന്ദ്രൻ്റെ ചേതനേറ്റ ശരീരം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്ന നിമിഷം മകൻ അരവിന്ദ് അത് ഏറ്റുവാങ്ങി. ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ആ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്നു. അതിനുശേഷം ഇപ്പോൾ രാവിലെ 7 മണി മുതൽ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം തുടരുകയാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന മേഖലയിൽ ഉണ്ടായിരുന്നവരുമൊക്കെ ഇവിടേക്ക് എത്തുമെന്നത് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇതങ്ങനെയായിരുന്നില്ല. അതിനുമപ്പുറം നാടൊന്നാകെ ഇവിടേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പം ചേർന്ന് നിന്ന് ആ ഭീകരാക്രമണത്തെ എതിർത്തുകൊണ്ട് ഇതല്ല നമ്മുടെ നാടിന് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നമ്മൾ കണ്ടത്. ഒരു പക്ഷെ നമുക്ക് പോലും
താങ്ങാനാകാത്ത, ഉൾക്കൊള്ളാനാകാത്തൊരു വേർപാടായിരുന്നു അത്. കശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായി, 20-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോഴും അതിൽ ഒരു പേരായി രാമചന്ദ്രൻ്റെ പേര് വരുന്നു. പിന്നീട് അത് മലയാളിയാണെന്നറിയുന്നു, നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാളായി മാറുന്നു. അങ്ങനെ ഭീകരാക്രമണത്തിൻ്റെ വേദന നമ്മളുടെ ഏറ്റവും അടുത്ത ഒരു കുടുംബത്തിന്, കുറച്ചധികം മനുഷ്യർക്ക് നേരിടേണ്ടി വന്നപ്പോൾ ഒരു രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കേറ്റ വലിയ മുറിവിന്റെ അടയാളം കൂടിയായി മാറുന്നു എൻ രാമചന്ദ്രൻ. ഇനിയും ചർച്ച ചെയ്യപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളായി കൂടി മാറുകയാണ് എൻ രാമചന്ദ്രൻ. നമ്മുടെ രാജ്യത്തെ ഒത്തൊരുമയ്ക്ക് ഏറ്റ വലിയ ഒരു ആഘാതം, അത് മതത്തിനും രാഷ്ട്രീയത്തിനും മറ്റേതൊരു ഘടകത്തിനും അപ്പുറം രാജ്യസ്നേഹത്തിന് ഏറ്റ മുറിവായി മനുഷ്യർ കാണുന്നു. ഒഴുകിയെത്തുന്ന ജനങ്ങൾ അത്രയും ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് ഒപ്പം നിൽക്കുന്നു എങ്കിൽ അത് ആ ഭാരത സ്നേഹത്തിൻ്റെ, മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ തെളിവാണ്. പ്രിയ പ്രേക്ഷകരെ, ഇതാണ് നമ്മുടെ നാട്, ഇതാണ് നമ്മുടെ നാടിൻ്റെ സ്നേഹം.